മാമ ഇവരിൽ ആർക്കായിരുന്നു വേഗത കൂടുതൽ? മിൽക്കി ആയിരുന്നു സ്പ്രിൻ്റർ. ജിമ്മിയുടെ ഐറ്റം 400-800 ഒക്കെ ആയിരുന്നു. 82 ഡൽഹി. വാ ഇരിക്കും. ആ ഇത് 86 കൊറിയ. കണ്ടോ, ആ വർഷം പി ടി ഉഷയ്ക്ക് 5 മെഡലായിരുന്നു. 4 സ്വർണ്ണം 1 വെള്ളി. ഓ അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ദേ ഓ രോമാഞ്ചം കൊണ്ട്. ഉമ്മ വിളിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. വാ വാ എന്താ ഇവിടെ ഇരിക്കേ. അതെ, ഉമ്മയൊന്നും വിളിച്ചില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓഹോ ഇത്താത്താ, എനിക്ക് ഫിദത്താത്താടെ ഇൻസ്റ്റൈഡ് എന്ന് പറഞ്ഞുതരോ? എന്തിനാ? അതൊക്കെ ഉണ്ട്. കാര്യം എന്തെന്ന് പറഞ്ഞാ തരാം. ഇത്താത്ത തരാൻ പറ്റുമോ ഇല്ലയോ? എന്തൊരു കഷ്ടമല്ലേ. അല്ലെങ്കിൽ നമ്മുടെ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ടാസ്ക് ആയിട്ട്. ആകെ ഒരടി വീതിയുള്ള റോഡിലൂടെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴേക്കും സീനാകും. പിന്നെ ജസ്റ്റ് ഒരു ഓട്ടോ ബാങ്ക് ഓപ്പോസിറ്റ് വന്നപ്പം പണി വാളി. നീ ഒരു കാര്യം ചെയ്യും, ആ കമ്പനിപ്പടിയിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്ക്. അല്ലേക്ക ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണോ? നീ കൊണ്ടുപോയി കൊടുക്കണം, ഇതിന്റെ പൈസ കൊടുക്കണം. പൈസ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ ആകെ പാളീസായിട്ടിരിക്കണേക്കാ. യാസ്മിന് വന്നിട്ടുണ്ടായ പ്രധാന മാറ്റം ഒരു പാത്രം പോലും എടുത്തു വെക്കാത്ത ജംഷു ഇപ്പൊ അടുക്കള കയറി എന്നുള്ളതാ. ജംഷു ചെയ്യുന്ന കണ്ടിട്ട് ഷാജിക്ക് അവരെ സ്വന്തം പാത്രം കഴുകി വെക്കാൻ തുടങ്ങി. അപ്പൊ നിന്റെ പണി കുറഞ്ഞല്ലോ. ആ ഒരു പരിധി വരെ പിള്ളേർക്ക് ഒരിത്തിരി ഒതുക്കം കിട്ടാനായിട്ട് നേരത്തെ കെട്ടിക്കുന്നത് തന്നെ നല്ലത്. ജിമ്മിയുടെ കാര്യമായോണ്ടാ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കല്യാണമൊക്കെ നമ്മൾ വിചാരിച്ചേക്കാൾ ഉഷാറായി. അതെ അതെ, വിരുന്നിന് മോക്കൊക്കെ എവിടം വരെയായി? എവിടെ വിരുന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് വൈകിട്ട് നൗഷാദിന്റെ അവിടെ പോകണം, നാളെ നിലമ്പൂരും. ഇപ്പൊ പോകാതിരിക്കാൻ പറ്റില്ല. നീ ആ ഫോൺ അവിടെ വെച്ചിട്ട് കഴിക്കുമ്പോഴും ഇക്ക, ഞാൻ ഖദീജിത്താനോട് പറയുമായിരുന്നു, കഴിഞ്ഞ ദിവസം യാസ്മിന്റെ വീട്ടിൽ പോയപ്പോ ഫിദയുടെ ഉമ്മ എന്നോട് ജിമ്മിയെ പറ്റി കാര്യമായിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ചു. അവർക്ക് ഇവനോട് നല്ല താല്പര്യം ഉണ്ടെന്നേ, അല്ലേ ഇക്ക? അതെ അതെ, നമുക്ക് ആ കുട്ടി ഇവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? എനിക്കിഷ്ടായി. നല്ല ഭംഗിയുള്ള കുട്ടിയാ, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, കാര്യപ്രാപ്തി ഉണ്ട്. ജിമ്മി, നീ എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. അവനിതൊന്നും ശ്രദ്ധിക്കണ പോലുമില്ല. ജിമ്മി, നീ എന്തേലും ഒന്ന് പറയടാ. നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഫിദ അറിയുന്നുണ്ടോ? എനിക്ക് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോൾ അവൾക്ക് കല്യാണം കഴിക്കാനുള്ള വൈബായില്ലെന്ന് തോന്നി. എന്താണ് ഈ വൈബ്? വാപ്പച്ചിയുടെ ടെൻഷൻ കണ്ടാ തോന്നുന്നു എനിക്ക് എന്തോ ആ ചൊവ്വ. കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ അതിന്റെ ഉമ്മ വന്ന് ഇത്ര കാര്യമായിട്ട് എന്നോട് സംസാരിക്കോ, അല്ലേക്കാ? ആ മോളെ ഫിദ വല്ലതും പറഞ്ഞോ? ഫിദത്താത്തേക്ക് ചിക്കാക്കേനോട് ഇഷ്ടക്കേടൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഇത് നടക്കുകയാണെങ്കിൽ നല്ലതല്ലേ? അത് പൊളിക്കും. എന്നാ പിന്നെ നമുക്ക് ഇതും കൂടെ പ്രൊസീഡ് ചെയ്യാം അല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ സംസാരത്തിന്റെ ഇടയിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കാം നൈസായിട്ട്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കവിന് ഒഫീഷ്യലായിട്ട് ചോദിച്ചാൽ മതി. അതിന് ഇവനെന്തെങ്കിലും പറയണ്ടേ, എങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചായക്ക് മെതിടാൻ സമയം തോന്നുന്നു. ചുമ്മാ ആടാണിക്കണം. ഇപ്പൊ തന്നെ ഫിദത്താത്തയോടാണ് ചിക്കാകെ ചാറ്റ് ചെയ്യണേ. പറയാൻ പറഞ്ഞപ്പോ അത് പറഞ്ഞില്ലല്ലോ. അവര് വരുമ്പോ കുടിച്ചോളാന്നല്ലേ പറഞ്ഞത്?
അപ്പൊ കുടിക്കണ്ട ഇനി ഇതിന്ന്. അല്ല ടേസ്റ്റോ വേണ്ട, വെറുതെ നോക്കിയിരുന്നാ മതി. അല്ല കടലും കാറ്റും കാമിക്കില്ലേ നീ അവളും ഞാനും പ്രേമിക്കില്ലേ ഇനി ഞാൻ കുറച്ച് കുടിച്ചോട്ടെ? ആ കുടിച്ചോ. അയ്യടാ എനിക്ക് വേണ്ട. ഡീസൻ്റ് ആവും ഡീസൻ്റ് ആവും. ഓക്കെ. നിങ്ങൾ നേരത്തെ എത്തിയല്ലേ? ആക്ക് ഡ്രൈവ് ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട്. ആണ്. ഓർക്കത്തേനും ചിക്കാക്കാനെ വിളിച്ചോണ്ട് വന്നത് ഞാനല്ലേ? അത് ശരി. മറിയത്തിന് എന്താ വേണ്ടേ? ഐസ്. ഫുൾ ഷേക്ക് അടിച്ചിരിക്കും അല്ലേ? അത് കുഴപ്പമില്ല, ഐസ്ക്രീം വേണം. ചോക്ലേറ്റ് പറയാം. ആ. ചേട്ടാ, ഒരു 3 ചോക്ലേറ്റ് ഐസ്ക്രീം. വേറെ എന്തെങ്കിലും വേണ്ട. ഓക്കെ. മിക്കായ എനിക്കുള്ളതാ. ചേട്ടാ, എനിക്കുള്ള ഐസ്ക്രീം ടേബിളിൽ വെച്ചാൽ മതി. പതുക്കെ പറ. ഓ. അല്ല, നിങ്ങളുടെ പേരൊക്കെ എന്താ ഇങ്ങനെ? മിൽക്ക, ജിമ്മി? ആക്ച്വലി വാപ്പച്ചി ഭയങ്കര സ്പോർട്സ് പ്രാന്തനായിരുന്നു. നാഷണൽ ലെവൽ അത്ലീറ്റ് ആവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പുള്ളി ഓടി ഓടി അവസാനം PT മാഷായി. ഞാനും കുറെ ഓടിയിട്ടുണ്ട്, പക്ഷെ പുള്ളി എന്നെ കൂടുതൽ ഓടിക്കുമായിരുന്നു. താങ്ക് യു. അല്ല, നദീറമ്മയ്ക്ക് ജിമ്മിയെ കെട്ടിച്ചടങ്ങുള്ളൂ, പുറകെന്ന് മാറുന്നില്ല. സ്നേഹം കൊണ്ടാ. ആ, ചിരിക്കുന്നുണ്ട്. പറയാം. ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് തേനപ്പോ വിട്ടു. അങ്ങനെ സ്റ്റഡീസും പ്രാക്ടീസും ഒക്കെ ആയിട്ട് തിരക്കായി പോയി. ഓ, ഞാനീ പറഞ്ഞ പോലെ കോളേജിൽ വെച്ച് തന്നെ വാപ്പച്ചി എന്നെ ഗൾഫിലേക്ക് ചെറുതായിട്ട് പാക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും അങ്ങനെ കല്യാണം കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടായില്ല. ഇതെന്താണിത്? അതവിടെ വെച്ചേ പോയി മോൻ കഴിട്ടോ. നിങ്ങൾ നല്ല കൂട്ടാണല്ലേ? പിന്നെ ആക്ച്വലി ഞാൻ ഗൾഫിൽ പോയ സമയത്ത് വാപ്പച്ചിയും വെച്ച് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവരിത്ര റൊമാൻറ്റിക് ആണെന്ന് ഞാൻ അറിഞ്ഞു പിന്നീടാണ്. മറിയൻ തമാശയ്ക്ക് തുടക്കിട്ടതാണെങ്കിലും ആ കമ്പനി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാ കാണാൻ പോയത്. പിന്നെ